ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് നെക്കിൽ അല്ലെങ്കിൽ ബോർഡറിൽ അതുപോലെ സ്ലീവിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇന്ന സ്ഥലത്ത് നിന്നൊന്നുമില്ല, നമുക്ക് എവിടേക്കാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊടുക്കാം. അപ്പം ഞാനൊരു പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ലീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ലീഫിൻ്റെ സ്ട്രക്ചറിൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് വരക്കുന്ന എല്ലാ ലീഫും ഒരേ അളവിൽ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പെന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം, കാരണം അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് വരുമ്പോൾ ആ ഒരു വരച്ചതൊന്നും കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിൻ്റെ നടുക്കുന്ന, അതായത് ഒരു ലീഫിൻ്റെ വരച്ചതിൻ്റെ നടുക്കുന്ന ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഗോൾഡൻ ബീഡ്സാണ് ആദ്യം തുന്നി കൊടുക്കുന്നത്. ആദ്യം ഒരു 3 ബീഡ്സ് എടുത്തിട്ട് തുന്നുകയാണ്. ഇങ്ങനെ തുന്നിയിട്ട് ഞാൻ അടുത്ത ഒരു രണ്ടാമത് കൊടുത്ത ബീഡിൻ്റെ ഇടയിൽ കൂടി കണ്ടോ, ആ ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ തുന്നിയിട്ട് ഒന്നും കൂടെ അതൊന്ന് ഉറപ്പിച്ച് ഫിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ്, അടുത്തൊരു 3 ബീഡ്സും കൂടെ ഇതേപോലെ തുന്നി കൊടുക്കണം, ഗോൾഡൻ ബീഡ് തന്നെ. അതും അതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഏറ്റവും ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ബീഡ്സാണ് ഞാൻ ഇവിടെ തുന്നി കൊടുക്കുന്നത്. അത് നമ്മൾ ആ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി ഇതേപോലെ തുന്നി കൊടുത്തിട്ട് ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് വരുന്ന രീതിയിൽ തുന്നി കൊടുക്കണം. ഇപ്പോൾ അത് കണ്ടില്ലേ, ഒരു ഇലയുടെ ഷേപ്പിൽ, അതായത് ഒരു ഔട്ട്ലൈൻ പോലെ, കുറച്ചൊരു കട്ടിയുള്ള ഔട്ട്ലൈൻ പോലെ ആ ഒരു 2 ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് ഫില്ലായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് കളറുള്ള ചെറിയ ബീഡ്സ് വെച്ചിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനതിൽ ഒരു 7 ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. വലിയ ഗോൾഡൻ ബീഡ്സ് ആണെങ്കിൽ അത് 6 എണ്ണവും ഇത് 7 എണ്ണമാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഒന്നിച്ച് തന്നെ എടുത്തിട്ട് തുന്നി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു തുന്നലുകളും കൂടെ കൊടുക്കുക. ഇപ്പോൾ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഗോൾഡൻ കളറ് അതേപോലെ വൈറ്റ് കളർ ബീഡ്സാണ് യൂസ് ചെയ്തത്. അതിന് പകരം നമുക്ക് എടുത്ത മെറ്റീരിയലിനോട് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കൊരു ഗ്രീൻ കളർ ബീഡ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വൈറ്റ് കളറിന് പകരം ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സൊക്കെ കൊടുക്കാം. എല്ലാം ഇതിനോട് നന്നായിട്ട് മാച്ച് ആവും. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ. അപ്പോൾ ഇത് സ്ലീവിലും ബോർഡറിലുമാണ് ഒന്നുകൂടെ നമുക്ക് മാച്ച് ആവുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.